നമസ്കാരം. ജോസ് ജോൺ വ്യൂവിലേക്ക് സ്വാഗതം. ഹോർമുസിലെ വിഷയങ്ങൾ നീണ്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ ഒമാനും ഇറാനും തമ്മിൽ കാര്യമായ ചർച്ച നടക്കുന്നുണ്ട്. ഒമാൻ്റെ ഭാഗത്ത് GCC രാജ്യങ്ങളും പാകിസ്ഥാനും ടർക്കിയും ഒക്കെ ചേർന്നിട്ട് തന്നെയാണ് ഈ ഡിസ്കഷൻ നടക്കുന്നത്. പക്ഷേ ഇറാൻ്റെ സ്പോക്സ് പേഴ്സണായിട്ടുള്ള അല്ലെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഇസ്മായിൽ ബഗേരി പറഞ്ഞത് ഇത് ഒമാനും ഇറാനും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ടോക്കാണ്. ഇതിനകത്ത് വേറെ ആർക്കും യാതൊരു കാര്യവുമില്ല, മറ്റു രാജ്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല. അത് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. ആ ധാരണ വെള്ളിയാഴ്ചയോടെ മറ്റു രാജ്യങ്ങൾ ഇടങ്കോലിട്ടില്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു രാജ്യങ്ങൾ ഇടങ്കോലിടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും അതിൻ്റെ മേലെ പ്രത്യേകിച്ച് കളിയൊന്നും കളിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കിത് പ്രഖ്യാപിക്കാൻ കഴിയും, ഒമാനും ഇറാനും സംയുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് തരത്തിലുള്ള ധാരണയാണ് ഇറാനുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ബഗേരി വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഒരു ധാരണ വ്യക്തമായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിന്നും മനസ്സിലാകുന്നത് ഇറാന് മേൽക്കൈയുള്ള അല്ലെങ്കിൽ ഇറാന് നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ധാരണയാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒമാൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പ്രസ്താവനകളും ഉണ്ടായിട്ടില്ല, വ്യക്തമാക്കലുകളും ഉണ്ടായിട്ടില്ല, പത്രപ്രസ്താവന ഉണ്ടായിട്ടില്ല. GCC രാജ്യങ്ങളും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അശേഷം റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഒമാൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തിടത്തോളം കാലം ഇവരുടെ ഈ അവകാശവാദങ്ങൾക്ക് എത്രത്തോളം മൂല്യമുണ്ട് എന്നുള്ളത് സംശയമാണ്. ഇനി ട്രംപിൻ്റെ ഭാഗത്ത് ട്രംപും പറഞ്ഞു ഈ ഫ്രൈഡേയോട് കൂടി ഒരു ധാരണയിലെത്തും. പക്ഷെ അദ്ദേഹം പറയുന്നത് അവിടെ ഹോർമുസ് കടലെടുക്ക് തുറക്കപ്പെടും. ഈ ധാരണയുടെ ഭാഗമായി ഹോർമുസ് കടലെടുക്ക് തുറക്കപ്പെടും. അവിടെ എല്ലാ ഷിപ്പുകൾക്കും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ പറ്റും എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ JD വാൻസ് അതിനിടയിലൂടെ പറയുന്നുണ്ട് ഈ ഇറാനുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ആസ് സച്ച് ഇറാനികളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, അവർ പറഞ്ഞ സ്ഥലത്ത് നിൽക്കാത്ത ആളുകളാണ്. കൂടാതെ ഇപ്പോഴത്തെ ഇറാനിലെ ഒരു സ്ഥിതി വെച്ച് അവിടെ നിരവധി ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരെയാണോ വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. കൂടാതെ അവർക്കൊരു തീരുമാനം പറയാനേ കഴിയുന്നില്ല. ഇന്ന് പറയുന്ന കാര്യം അവർ നാളെ പറയില്ല, അത് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അവരുമായുള്ള ചർച്ചകൾ എപ്പോഴും 2 അടി മുൻപോട്ട് 1 അടി പുറകോട്ട്, 3 അടി മുൻപോട്ട് 1 അടി പുറകോട്ട് എന്ന നിലയ്ക്ക് ഇത് മുന്നോട്ട് പോകുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു ധാരണയിലെത്തും, ആ ധാരണയിലെത്തിയതിൽ പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നടപ്പാവും, ബാക്കി നടപ്പാവില്ല. പിന്നെ വേണമെങ്കിൽ ഒരു യുദ്ധം ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് വീണ്ടും വരെ ഈ നെഗോസിയേഷൻ ടേബിളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരേണ്ടി വരും. കുറച്ച് ധാരണയെത്തും, വീണ്ടും കുറച്ച് ധാരണയെത്തും, അതിൽ കുറച്ച് നടപ്പാവും. അത്തരത്തിൽ ഇത് കുറച്ച് നീണ്ടു പോകാനാണ് സാധ്യത എന്നാണ് അമേരിക്കൻ സിറ്റിസൺസിനോടുള്ള ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറയുകയുണ്ടായിട്ടുള്ളത്. ഇതിൽ GCC രാജ്യങ്ങൾക്കൊക്കെ വലിയ താല്പര്യമുള്ള വിഷയമാണിത്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം മാത്രമാണ് ഈ ഹോർമുസിനെ സംബന്ധിച്ച് നടപ്പാക്കാൻ സാധ്യതയുള്ളത് എന്ന നിലയിലാണ് അമേരിക്കയുടെ ഭാഗത്ത് വരുന്ന എല്ലാ റെസ്പോൺസുകളും സൂചിപ്പിക്കുന്നത്. GCC രാജ്യങ്ങളുടെ ഭാഗത്തും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രസ്താവനകൾ വരുന്നില്ല. അപ്പോൾ അതിനിടെ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവരെത്തിയിട്ടുള്ള ധാരണ പ്രകാരം ഈ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന ഷിപ്പുകൾ ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള ഭാഗത്തുകൂടി കടന്നു പോകണമെന്നും അവിടെ നിന്ന് ചരക്കൊക്കെ എടുത്ത് പുറത്തേക്ക് വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ഷിപ്പുകൾ അവ ഹോർമുസിൻ്റെ തീരത്തുകൂടി പുറത്ത് എക്സിറ്റ് ചെയ്യണം എന്നും ഉള്ളൊരു ധാരണയാണ് എത്തിയിട്ടുള്ളത് എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഉള്ളിലേക്ക് പോകുന്ന കപ്പലുകളുടെ മേലെയുള്ള നിയന്ത്രണം ഇറാനും പുറത്തേക്ക് പോകുന്ന ഷിപ്പുകളുടെ മേലെയുള്ള നിയന്ത്രണം ഒമാനും എന്ന നിലയ്ക്കുള്ളൊരു ധാരണയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് അതിൻ്റെ ഇടയിൽ നിൽക്കും എന്നുള്ള ഒരു രീതിയിലാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇറാൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഈ ഉള്ളിലേക്ക് പോകുന്ന കപ്പലുകളുടെ അവർ എത്രയാണോ അവർ വഹിക്കുന്ന ആ ലോഡ് അതിൻ്റെ ഒരു 7% ലെവിയായി ചുമത്തുവാൻ ഇവർക്ക് ഇറാന് സാധിക്കണം എന്നുള്ളതാണ് ഇറാൻ്റെ താല്പര്യമായിട്ട് ഇതിനകത്ത് റോയിറ്റേഴ്സ് പറയുന്നത്. പക്ഷേ ഉള്ളിലേക്ക് പോകുന്ന കപ്പലുകളിൽ ബഹുഭൂരിഭാഗവും ഹോളോ ഷിപ്സ് ആയിരിക്കും. കാരണം ഓയിൽ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ഓയിൽ എടുക്കാൻ പോകുന്നതിനകത്ത് പ്രത്യേകിച്ച് ലോഡൊന്നും ഉണ്ടാവില്ല. GCC രാജ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മെറ്റീരിയൽസുമായിട്ട്, മരുന്നുകളായിട്ട്, ഭക്ഷണമായിട്ട്, മറ്റ് പല പല സാധനങ്ങളുമായിട്ട് ഉള്ളിലേക്ക് പോകുന്ന ഷിപ്പുകളാണ് സ്വാഭാവികമായിട്ടും ഇറാൻ്റെ തീരത്തുകൂടി പോവുക. അതായത് GCC രാജ്യങ്ങളിലേക്ക് പോകുന്ന ഷിപ്പുകളുടെ മേലെ ലെവി ചുമത്തുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇറാൻ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്ന് മനസ്സിലാക്കാം. തിരിച്ചു വരുന്ന ഷിപ്പുകളൊക്കെ ഓയിൽ ഫിൽ ചെയ്ത് വരുന്ന ഷിപ്പുകളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു വരുന്ന ഷിപ്പുകളാണ്. അത് ഒമാൻ്റെ തീരത്തൂടെ വരുന്നു. അപ്പം ഒമാനെ സംബന്ധിച്ച് കടന്നു പോകുന്ന ഷിപ്പുകൾക്ക് ഒരു ഓപ്ഷൻ കൊടുക്കാം. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു 3%ഓളം അവർക്ക് വേണമെങ്കിൽ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. കാരണം ഈ ഹോർമുസ് കടലെടുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അതിൻ്റെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് കീപ്പ് ചെയ്യുന്നതിൽ ചിലവുണ്ട്.
ആ ചെലവിൻ്റെ ഭാഗമായിട്ട് 3% വരെ മാക്സിമം അവർക്ക് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. ഇതാണ് ഒമാൻ്റെ നിലപാട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു കൺക്ലൂഷനിൽ എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട് എന്നാണ് റോയിറ്റേഴ്സ് പറയുന്നത്. അമേരിക്ക പറയുന്നത് ഒരു തരത്തിലുള്ള ഫീസും അവിടെ ചുമത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അമേരിക്ക എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ട്രംപും പറയുന്നുണ്ട് ഈ പ്രശ്നം തീരാൻ പോവാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ട്രംപ് അപ്പോൾ വീണ്ടും ഒരു വലിയ ആക്രമണത്തിലേക്കാണോ അമേരിക്ക നീങ്ങുന്നത് എന്നുള്ള സൂചന? കാരണം നേരത്തെ അവർ ആക്രമണം നടത്താൻ വേണ്ടി തീരുമാനിച്ചതും തയ്യാറെടുപ്പുകൾ നടത്തിയതുമാണ്. ആ സമയത്ത് എല്ലാ GCC രാജ്യങ്ങളെയും അരാക്സി നേരിട്ട് വിളിച്ച് തങ്ങളുടെ എനർജി സൈറ്റുകൾ ആക്രമിക്കുകയാണെങ്കിൽ നിശ്ചയമായും GCC രാജ്യങ്ങളുടെ എനർജി സൈറ്റുകളെ തങ്ങൾ ലക്ഷ്യം വയ്ക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഖത്തറും സൗദി അറേബ്യയും അങ്ങേയറ്റം നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ആക്രമണം നിർത്തിവെച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പം സാധാരണഗതിയിൽ അമേരിക്ക ഇത്തരം സൈലൻ്റ് ആയിരിക്കും, കാര്യമായി പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് അതിൻ്റെ പുറകെ ഒരു ആക്രമണം വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. 2, ഇസ്രായേലിൽ അവർ ആയുധങ്ങൾ കൊണ്ടുവന്ന് നിറച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. 3, അമേരിക്കയിലെ മിസൈലുകളെല്ലാം തീർന്നുപോയി എന്ന മട്ടിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. അമേരിക്കയിൽ മിസൈലുകൾ തീർന്നു പോകാനുള്ള സാധ്യതയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ സാധാരണഗതിയിൽ യുദ്ധ സാഹചര്യത്തിൽ ശത്രുവിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി തങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല, അത് തീർന്നുപോയി എന്ന നിലയ്ക്കുള്ള വാർത്തകൾ പുറത്തുവിടുക സ്വാഭാവികമായ സംഗതിയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്കാണോ ഇത് നീങ്ങുന്നത്, അല്ലെങ്കിൽ ഇറാന് നേരെയുള്ള വലിയൊരു ആക്രമണത്തിലേക്കാണോ ഇത് നീങ്ങുന്നത്, GCC രാജ്യങ്ങളുടെ നേരെയുള്ള വലിയൊരു ഭീഷണിയിലേക്കാണോ ഇത് നീങ്ങുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട്. അതിനിടയിലൂടെ പെഷേസ്കിയാൻ പറഞ്ഞു മൊജിറ്റാബ ഖമനേയുമായുള്ള കമ്മ്യൂണിക്കേഷൻ ബിക്കമിങ് ഇൻക്രീസിംഗ്ലി ഡിഫിക്കൽട്ട്. അതായത് മൊജിറ്റാബ ഖമനേയുമായുള്ള ആശയവിനിമയം വളരെ ബുദ്ധിമുട്ടായി തീർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശദീകരണം ഒന്നും പറഞ്ഞിട്ടില്ല, ഇൻക്രീസിംഗ്ലി ഡിഫിക്കൽട്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം മൊജിറ്റാബ ഖമനേയുടേത് എന്ന പേരിൽ IRGCയുടെ നേതൃത്വത്തിലുള്ളവർ ഇദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തത്. മൊജിറ്റാബ ഖമനേയി തന്നിട്ടുള്ള വാണിംഗ് ആണ് ഈ പ്രശ്നം IRGCക്ക് അനുകൂലമായ രീതിയിൽ പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ പെഷേസ്കിയാന് സ്ഥാനം നഷ്ടപ്പെടും എന്ന മട്ടിലുള്ള ഒരു വാണിംഗ് മൊജിറ്റാബ ഖമനേയി നൽകിയിട്ടുണ്ട് ഇറാനിൽ നിന്ന് വന്ന വാർത്തകൾ സൂചിപ്പിച്ചത്. അതിൻ്റെ മറുപടിയായിട്ടായിരിക്കണം ഒരുപക്ഷെ പെഷേസ്കിയാൻ ഈ ഒരു കാര്യം പറഞ്ഞത്, ഈ ഒരു പത്രവാർത്ത അല്ലെങ്കിൽ ഈ ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. അതായത് മൊജിറ്റാബയുമായുള്ള കമ്മ്യൂണിക്കേഷൻ ബിക്കമിങ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ മൊജിറ്റാബ ചാവാൻ പോവുകയാണ് എന്നാണ് അതിനകത്തുനിന്ന് സാധാരണ ഒരാൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം. അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വിച്ച് മീൻസ് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്ത IRGC നേതൃത്വത്തോട് അദ്ദേഹം തെറിച്ചു പറയുന്നു, നിങ്ങളുടെ മൊജിറ്റാബ എപ്പോൾ ചാവും, ഇപ്പോൾ ചാവുമോ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചാവാൻ പോകുന്നൊരു ചോദ്യമല്ലേ ബാക്കിയുള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു മറുപടി അദ്ദേഹം പറയുന്നതായിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഇനി റെഡ് സീയുടെ ഭാഗത്താണെങ്കിൽ ഹൂത്തികൾ വീണ്ടും സൗദി അറേബ്യൻ ഷിപ്പിനെ ആക്രമിച്ചതായി അവകാശപ്പെടുന്നുണ്ട്. സൗദി അറേബ്യ അത് കൺഫേം ചെയ്തിട്ടില്ല. സൗദി അറേബ്യയിലെ പല ഓയിൽ ഇൻസ്റ്റലേഷൻസും ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ ഒരു ഇന്ത്യൻ ഷിപ്പ് ആക്രമിച്ച മുഖ്യ കാര്യം കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വന്നതായി നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് വാസ്തവത്തിൽ ബാബേൽ മൻഡേബ് എന്ന് പറയുന്ന കടലിടുക്കിലല്ല അത് ആക്രമിക്കപ്പെട്ടത്, റെഡ് സീലുമല്ല അത് ആക്രമിക്കപ്പെട്ടത്. അത് ആക്രമിക്കപ്പെട്ടത് ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്ന ഭാഗത്താണ്. ഇപ്പോൾ ഒമാൻ നമുക്കറിയുന്നത് പോലെ ഒമാന് റെഡ് സീയുമായിട്ടും ബൗണ്ടറി ഉണ്ട്, ഗൾഫ് ഓഫ് ഏദനുമായിട്ടും ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ഈ റെഡ് സീയിലെ ബൗണ്ടറിയുള്ള ആ പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. നേരെ മറിച്ച് ഗൾഫ് ഓഫ് ഏദൻ പൂർണ്ണമായും ഒഫീഷ്യൽ ഗവൺമെൻറ് നിയന്ത്രണത്തിലുമാണ്, ഗൾഫ് ഓഫ് ഏദനിലുള്ള ഭൂമി കരഭാഗം. അപ്പോൾ ഈ ഗൾഫ് ഓഫ് ഏദനിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ബോട്ട് വന്ന് കപ്പലിൽ ഇടിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. കപ്പലിൻ്റെ സൈഡ് പൊളിഞ്ഞ് വെള്ളം മുങ്ങി പോവുകയാണ് ചെയ്തത്. 14 ജോലിക്കാരുണ്ടായിരുന്നു, 13 ഇന്ത്യക്കാരും ഒരു യമനി പൗരനുമാണ്. അവരെ എല്ലാവരെയും ഒമാൻ്റെ തീരദേശ സേന രക്ഷപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആൾനാശമില്ല, പക്ഷേ കപ്പൽ മുങ്ങിപ്പോയി. കപ്പൽ എന്തായിരുന്നു, ചരക്ക് ഓയിലാണോ അല്ലയോ എന്നുള്ള കാര്യം ഒന്നും വന്നിട്ടില്ല. എന്തായാലും അത് ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ സൗദി ഗവൺമെൻറ് ഈ ഹൂത്തികൾക്കെതിരെ ഒരു വലിയ ആക്രമണത്തിന്, കരയാക്രമണത്തിന് കോപ്പം കൂട്ടുന്നു എന്നുള്ള വാർത്ത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സൗദി ഗവൺമെൻറ് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ യമനിലെ ഒഫീഷ്യൽ ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു, കരയാക്രമണം നടത്തുന്നുണ്ടായിരുന്നു. അതിനവർ പ്രധാനമായിട്ട് സൗദി പട്ടാളം എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം സൗദി പൗരന്മാർ ആ പട്ടാളത്തിലുണ്ട്. പക്ഷേ ഹയർ ചെയ്ത പട്ടാളക്കാർ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാടകയ്ക്കെടുത്ത പട്ടാളക്കാർ ധാരാളം പേരുണ്ട്. അങ്ങനെ വാടകയ്ക്കെടുത്ത പട്ടാളക്കാരെയാണ് അവർ യമനിലൊക്കെ യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കാരണം ആൾനാശം വന്നു കഴിഞ്ഞാൽ അവരുടെ പൗരന്മാർക്ക് നാശം വരാതിരിക്കാൻ വേണ്ടി
അവർ ഈ യമനിലെ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്നത് നല്ലൊരു ശതമാനം യമനിൽ നിന്ന് തന്നെ ഹയർ ചെയ്ത ആളുകളാണ്. കൂടാതെ പാക് പൗരന്മാരും ബംഗ്ലാദേശികളും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനുമായി സൗദി അറേബ്യ ഉണ്ടാക്കിയ ആ മിലിറ്ററി കരാറിന് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം കാണാൻ. സ്വന്തം പട്ടാളത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്ന് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സംഘം പട്ടാളക്കാരെ ഒരുപക്ഷെ യുദ്ധത്തിന് വേണ്ടി പാകിസ്ഥാൻ അൺനോയിങ്ലി ആരും അറിയാതെ നിയോഗിക്കാനുള്ള നല്ലൊരു സാധ്യതയുണ്ടെന്ന് മാധ്യമങ്ങളിൽ സൂചന കാണുന്നുണ്ട്. അപ്പോൾ അത് ഇതേ താല്പര്യമാണ് കുവൈറ്റിനും പാകിസ്ഥാനുമായിട്ടുള്ള മിലിറ്ററി അറേഞ്ച്മെന്റിൽ കാണുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സണെ. ഫ്രഷ് റിക്രൂട്ട്സിനെ അവർക്കല്ലാതെ തന്നെ കിട്ടും. ഇവിടെ നിന്ന് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നോ അല്ലെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ പോകുന്ന ഒരാളെ ഒരു ഫ്രഷ് റിക്രൂട്ടിനെ അവർക്ക് എടുക്കാം, അവർക്ക് ട്രെയിൻ ചെയ്യാം. ഭാഷയുടെ പ്രശ്നമുണ്ട്, വേറെ പല വിഷയങ്ങളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതുപോലത്തെ ഹയർഡ് മിലിറ്ററി പേഴ്സണൽ ധാരാളം ഉണ്ട്. പല പട്ടാളങ്ങളും കുവൈറ്റിൻ്റെ ഒക്കെ പട്ടാളത്തിൽ 80% ഹയർഡ് ആയിട്ടുള്ള ആളുകളാണ്. ബഹ്റൈൻ്റെ 80% ഹയർഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒമാനിൽ മാത്രമാണ് ഹയർഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവ്. കാരണം ഒമാൻ സാമ്പത്തികമായി പിന്നോക്കമാണ്. ബാക്കി സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും പട്ടാളത്തിലെ ഭൂരിഭാഗവും ഹയർഡ് ആയിട്ടുള്ള പേഴ്സണൽസ് ആണ് എന്ന് മനസ്സിലാക്കണം. ഇനി ഇസ്രായേലിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ഇസ്രായേലി പട്ടാളക്കാർ ലെബനോണിൽ പരിശോധനയ്ക്കിടെ മൈൻ പോലത്തെ സാധനം തട്ടി മരിക്കാനിടയായ സാഹചര്യത്തിൽ അവർ അതിശക്തമായൊരു ആക്രമണം സൗത്ത് ലെബനോണിൽ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ. വലിയ തോതിലുള്ള ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, യുദ്ധം ഒരുപക്ഷെ വളരാനുള്ള സാധ്യത വീണ്ടും കാണുന്നുണ്ട് എന്ന് പറഞ്ഞത്. കൂടാതെ അവർ ഹമാസിനെ ആക്രമിക്കുന്ന പരിപാടി കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഹമാസിൻ്റെ ഏരിയയിൽ ഇന്നലെ ബോംബിംഗ് നടന്നിട്ടുണ്ട്. അവരുടെ ഒരു അഭയാർത്ഥികൾ പോലെയുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് പരിശോധന നടന്നിട്ടുണ്ട്. ഹമാസിൻ്റെ ആളുകളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി ഈസ്റ്റ് ജെറുസലേമിൽ നമുക്കറിയാവുന്നതുപോലെ ജെറുസലേമിന് വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ജെറുസലേം എന്നുള്ള 2 പാർട്ടുണ്ട്. അതിൻ്റെ ചരിത്രപരമായ രീതി എന്ന് പറയുന്നത് ആദ്യം UN 1948 അറബികൾക്കും ജൂതന്മാർക്കുമായി പാലസ്തീന പ്രദേശം വിഭജിച്ച് നൽകിയപ്പോൾ, അന്ന് ഈ പാലസ്തീന എന്ന് പറയുന്നത് ജൂതന്മാരുമായി ബന്ധപ്പെട്ട ടൈമായിരുന്നു കേട്ടോ, അറബികളായിട്ട് ബന്ധപ്പെട്ട ടൈമല്ല. ജൂയിഷ് പാലസ്റ്റീൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജൂയിഷ് പാലസ്റ്റീൻ അത് വീതം വെച്ച് കൊടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു 52% ജ്യൂസിനും 48% അറബ്സിനും പിന്നെ ഈ ജെറുസലേം എന്ന് പറയുന്ന ഭാഗം ആർക്കും കൊടുക്കാതെ അതൊരു ഇൻ്റർനാഷണൽ ടെറിട്ടറി ആയിട്ട് സൂക്ഷിക്കുക എന്ന നിലയിലാണ് അത് മാർക്ക് ചെയ്തത്. പിന്നെ നേരത്തെ യുദ്ധം നടക്കുന്നു. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ അവസാനം, മാസങ്ങളോളം നീണ്ടുന്ന യുദ്ധത്തിൻ്റെ അവസാനം ഈ 78% ഏരിയ ഇസ്രായേലിൻ്റെ കയ്യിലാവുന്നു. ആ 78% ഇസ്രായേലിൻ്റെ കയ്യിലായ കൂട്ടത്തിൽ അവർ ജെറുസലേമിൻ്റെ പകുതി ഭാഗം കൂടെ പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ ജെറുസലേമിൻ്റെ ബാക്കി പകുതി ഭാഗം ജോർദാൻ പിടിച്ചെടുത്തു. അത് കൂടാതെ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന റീജിയനും അന്ന് ജോർദാൻ്റെ കീഴിലായിരുന്നു. പിന്നീട് 1967 വീണ്ടും യുദ്ധം ഉണ്ടാകുന്നു. വീണ്ടും യുദ്ധം ഉണ്ടായ സമയത്ത് ജെറുസലേം പൂർണ്ണമായിട്ടും വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായിട്ടും ഒക്കെ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു. ജോർദാൻ്റെ കുറച്ച് ഭാഗങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സിറിയയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് പിടിച്ചെടുത്തു. ആദ്യത്തെ യുദ്ധത്തിൽ 48 യുദ്ധത്തിൽ ഗാസ ഈജിപ്ത് പിടിച്ചടക്കിയിരുന്നു. 67 യുദ്ധത്തിൽ ഗാസ വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, ഈജിപ്തിൻ്റെ സീനായ് പ്രദേശം പൂർണ്ണമായും ഇസ്രായേൽ കീഴടക്കി. പിന്നീട് 72 യോം കിപ്പോർ യുദ്ധത്തിൽ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ പരിപൂർണമായും കീഴടങ്ങിയതിൻ്റെ അവസാനത്തിലെ ക്യാമ്പ് ഡേവിഡ് കരാറുകളുടെ ഭാഗമായി ഈജിപ്ത് ഇസ്രായേലിനെ അംഗീകരിച്ചതിൻ്റെ ഭാഗമായി ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ഇസ്രായേൽ മടക്കി കൊടുത്തു. സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ മടക്കി കൊടുത്തില്ല. ഇസ്രായേലിൻ്റെ ഭാഗം, ആ ടെറിട്ടറിയിലുള്ള ഗാസ ആയിക്കോട്ടെ, വെസ്റ്റ് ബാങ്ക് ആയിക്കോട്ടെ, ഇതൊക്കെ പരിപൂർണമായും ഇസ്രായേലിനെ നിയന്ത്രണത്തിൽ നിർത്തി. പിന്നീട് യാസർ അറാഫിൻ്റെ നേതൃത്വത്തിൽ PLO വരികയും ഒരുപാട് ഭീകരപ്രവർത്തനം നടത്തുകയും ചർച്ചകൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് ഓസ്ലോ അക്കോർഡ്സ് വരുന്നു. അങ്ങനെ ഓസ്ലോ അക്കോർഡ്സിൻ്റെ ഭാഗമായിട്ട് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്തെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകുന്നു. ABC എന്ന് പറഞ്ഞ് 3 ഏരിയകളായി തിരിക്കുന്നു. അതിൽ A എന്ന് പറയുന്നത് 18% വരും, അവിടെ പാലസ്തീനികൾ മാത്രം താമസിക്കുന്ന പ്രദേശമാകുന്നു. B എന്ന് പറയുന്നത് 22% വരും, അവിടെ പാലസ്തീനികളാണ്, പക്ഷേ അവിടെ നിയന്ത്രണം, അതിൻ്റെ സിവിൽ പോലീസിംഗ് നിയന്ത്രണം പോലും ഇസ്രായേലിനാണ്. നേരെ മറിച്ച് ആദ്യത്തെ A എന്ന് പറയുന്ന രീതിയിലുള്ള സിവിൽ പോലീസിംഗ് നിയന്ത്രണം പാലസ്തീനികൾക്കാണ്. അവസാനത്തെ ഭാഗം C എന്ന് പറയുന്ന 60% ഏരിയ അത് പരിപൂർണമായും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഈ C എന്ന് പറയുന്ന ഏരിയയൊക്കെ ഏകദേശം ഇസ്രായേൽ ഇപ്പോൾ സെറ്റിൽമെൻറ്റ് ഏരിയ ആക്കി അവരുടെ കയ്യിലാക്കി അവർ Bയിലേക്കും Aയിലേക്കും എൻക്രോച്ച് ചെയ്യുന്നു എന്നാണ് പാലസ്തീനികൾ ആരോപിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്ന ഭാഗം അത് തങ്ങളുടേതാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അത് ABCയിലൊന്നും പെടുന്ന കാര്യമല്ല, അത് തങ്ങളുടേതാണ്. ഈസ്റ്റ് ജെറുസലേം പൂർണ്ണമായും തങ്ങളുടേതാണ് എന്നാണ് ഇസ്രായേൽക്കാർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെസ്റ്റ് ഈസ്റ്റ് എന്ന് പറയുന്ന 2 ഭാഗമുണ്ട്. ഈ വെസ്റ്റേൺ ഭാഗത്ത് ജൂതന്മാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈസ്റ്റേൺ ഭാഗത്ത് ഏകദേശം 5.5 ലക്ഷം ആളുകളുള്ളതിൽ 60% അറബികളാണ്. അവരവിടുന്ന് മാറിക്കൊടുക്കാതെ അതിനകത്ത് കടിച്ചു പിടിച്ച് തൂങ്ങുകയാണ്. കാരണം അവിടെയാണ് ഈ പറയുന്ന ടെമ്പിൾ മൗണ്ടും
ഡോം ഓഫ് റോക്കും ഈ കാര്യങ്ങളെല്ലാം ഉള്ളത് അവിടെയാണ്. അപ്പോൾ അവരവിടുന്ന് ആ ഏരിയയിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ അവിടെ കടിച്ചു പിടിച്ച് തൂങ്ങുകയാണ്. അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ഭൂമി, ഈ പാലസ്തീനുകൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ പരിശോധിക്കുകയാണ്. അപ്പോൾ രേഖകളില്ലാത്തവരുടെ ഭൂമി മുഴുവൻ ഗവൺമെൻറ് പിടിച്ചെടുക്കും എന്നുള്ളതാണ് അവർ നിയമം മൂലം അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഈ വെസ്റ്റ് ബാങ്കിലായിക്കൊള്ളട്ടെ, ജെറുസലേമിലായിക്കൊള്ളട്ടെ, എവിടെയാണെങ്കിലും താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ രേഖകളില്ലെങ്കിൽ അത് സർക്കാർ ഭൂമിയാണ്, സർക്കാർ അത് പിടിച്ചെടുക്കും. അപ്പം അങ്ങനെ ജെറുസലേമിൽ അവർ കുറേശ്ശെ ആയിട്ട് ബഹുഭൂരിഭാഗം അറബികളുടെ കയ്യിലും യാതൊരു തരത്തിൽ രേഖകളില്ല. അപ്പോൾ അവർ പറയുന്നത് തങ്ങൾ തലമുറകളായി ഇവിടെ താമസിക്കുന്നവരാണ്, അതുകൊണ്ട് ആധാരം പോലത്തെ സാധനങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അവർ ഈന്തപ്പനയൊക്കെ കാണിച്ചു കൊടുക്കുന്നത്, ഇതാ കണ്ടില്ലേ, ഇത് 100 വർഷം പഴക്കമുള്ള ഈന്തപ്പനയാണ്, ഇതിവിടെ ഞങ്ങളുടെ പൂർവികർ നട്ടതാണ്. അപ്പോൾ അത്തരം അവകാശവാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കും എന്ന രീതിയിൽ ഇസ്രായേൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നു. അങ്ങനെ പിടിച്ചെടുത്ത ഒരു സ്ഥലത്ത് ഈസ്റ്റ് ജെറുസലേമിൽ ബെത്ലഹേമിലോട്ട് ചേർന്ന്, ബെത്ലഹേം എന്ന് പറയുന്നത് പാർട്ട് എയിൽ പെടുന്നതാണ്, അതായത് പാലസ്തീനികൾക്ക് മാത്രമായി മാർക്ക് ചെയ്ത പാർട്ടിലാണ് ഈ ബെത്ലഹേം ഉൾപ്പെടുന്നത്. അപ്പോൾ ബെത്ലഹേമിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഏകദേശം 2300 സെറ്റിലേഴ്സിനെ കൂടി, വീടുകൾ കൂടി പണിത് ജൂതന്മാരെ താമസിപ്പിക്കാനുള്ള തീരുമാനത്തിലെത്തുന്നു. അപ്പോൾ ഇത് പാലസ്തീനികൾ ആരോപിക്കുന്നത് അവരുടെ എന്ന് പറയുന്ന റീജിയനിലേക്കുള്ള വലിയൊരു എൻക്രോച്ച്മെന്റ് ആണ്, ബെത്ലഹേം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ള ആരോപണമാണ്. അതിനെ ചൊല്ലി അവിടെ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്.